ഹായ് ദൈവമക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാനിപ്പോൾ ഖത്തറിലിരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോകളൊക്കെ ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. ഒത്തിരിയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയമാണ്. എന്നാലിപ്പോൾ ദൈവനാമത്തിൽ എനിക്കൊരു വീഡിയോ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അപ്രകാരം ഇവിടെ ഇരുന്ന് ചെയ്യുകയാണ്. അതായത് എൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഈ വർഷം, അതായത് 2024 എനിക്കൊരു 2 സെൻറ്റ് സ്ഥലത്ത് ഒരു ഭവനം പണിഞ്ഞു. അതായത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. വാങ്ങിയിട്ടിട്ട് 7 വർഷമായി. 7 വർഷം കൊണ്ട് വാങ്ങിയിട്ടിട്ട് അതിനകത്തൊരു ഭവനം പണിയാൻ ദൈവം അനുവദിച്ചില്ല. 12 വർഷമായി ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു. അതിനു മുമ്പ് ദൈവമക്കളെ, അല്ലാത്തവരെ എല്ലാ സാഹചര്യവും നമുക്കുണ്ടായിരുന്നു. എല്ലാ സാഹചര്യത്തിലും മുന്നോട്ട് പോയി. എന്നാൽ ദൈവം ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ നിലവുകളും മനുഷ്യൻ ചിന്തിക്കുന്നതും ഒന്നുമല്ല. ഒരുവൻ്റെ വഴി തികവെന്ന് തോന്നിയാൽ അവൻ്റെ ശത്രുക്കളെപ്പോലും ദൈവം ഇണക്കി തരുമെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒത്തിരി ശത്രുക്കളും ഒത്തിരി കഷ്ടതകളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ നമുക്ക് കാണും. ജീവിതത്തിൽ ചില സമയത്ത് ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളെന്ന്. അല്ല, എല്ലാവർക്കും പ്രതിസന്ധികൾ കടന്നു വരും. അതായത് എൻ്റെ ജീവിതത്തിൽ 12 വർഷം ഓരോ ഭവനങ്ങൾ മാറി 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 ഞാൻ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ താമസിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ പല പല പ്രയാസങ്ങൾ, നമ്മുടെ വീടല്ലാത്തത് കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുകൾ. അവരുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ടു പോകുന്ന സാധനത്തിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം, അവരുടെ വായിലിരിക്കുന്നത് കേൾക്കണം, ഒക്കെയുണ്ട്. എന്നാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ എത്ര മനോഹരമാണ്. എന്നാൽ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം ഭവനം പണിയാതിരുന്നാൽ മനുഷ്യർ വെറുതെ അധ്വാനിക്കുന്നു. ദൈവം പട്ടണം കാക്കാതിരുന്നാൽ, അതായത് ദൈവം എന്നല്ല അവിടെ കൊടുത്തേക്കുന്നത്, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വെറുതെ ജാഗരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയമാകുമ്പോൾ ഒരു ഭവനം ദൈവം തരുമെന്നാണ്. അപ്പോൾ അതാണ് ദൈവം പറഞ്ഞേക്കുന്നത്, യഹോവ ഭവനം പണിയാതിരുന്നാൽ. നമ്മൾ മനുഷ്യർ കിടന്നങ്ങ് അധ്വാനിച്ച് എനിക്ക് ഇങ്ങനെ വെക്കണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒരു നല്ല ഭവനം വെക്കണം, അല്ലെ 2 നില വെക്കണം, 3 നില വെക്കണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം കാണും. എന്നാൽ കർത്താവായ ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവിൻ്റെ സമയം, ദൈവത്തിൻ്റെ സമയം, ആ ദൈവസമയം നമുക്ക് വരുന്ന ആ സമയത്തെ നമുക്കൊരു ഭവനം പണിയാൻ. ഞാൻ ആ 2 സെൻറ്റ് വാങ്ങിയിട്ടിട്ട് 7 വർഷമായി. 7 വർഷമായപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ആ 2 സെൻറ്റ് എന്തിനാ? കക്കൂസ് പണിയാനാണോ? അതായത് നമുക്കൊരു കക്കൂസിന് സാധാരണ ഒരു വലിയ വീടിൻ്റെ ഒരു കക്കൂസ് പണിയുന്ന ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. എന്നാൽ കർത്താവായ ദൈവം അതിനകത്ത് അത്ഭുതമെന്ന് പറയട്ടെ, അതിനകത്ത് ഒരു ബെഡ്റൂം, മുകളിലൊരു ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, ഒരു സിറ്റ് ഔട്ട്, താഴെ ഒരു ഹോള്, ടോയ്ലറ്റ്, ഒരു സിറ്റ് ഔട്ട്, ചെറിയൊരു വർക്ക് ഏരിയ, ഇത്രയും കർത്താവ് തന്നു. ഇത്രയും ദൈവം ഞങ്ങൾക്ക് അനുവദിച്ച് തന്നു. അപ്പോൾ ഈ നിന്ദിച്ചവരുടെ ടോയ്ലറ്റ്, ചിലർ എന്നോട് ചോദിച്ചു ഔട്ട് ഹൗസ് പണിയാനാണെന്ന്. എന്ന് വെച്ചാൽ എനിക്ക് വേറെ കയറി കിടക്കാൻ വസ്തുവില്ല, വീടില്ല, ഞാൻ വാടകയ്ക്കാണ് കിടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ, എന്നെ കാണുന്നവർ തന്നെ ചോദിച്ചു ഔട്ട് ഹൗസ് പണിയാനാണെന്ന്. അപ്പോൾ ഈ ഔട്ട് ഹൗസ് പണിയാനെന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശം നമുക്ക് വേറെയൊക്കെ ഒരുപാട് കിടക്കുന്നു, അതിനകത്ത് ചെറുകിട വന്ന് തൽക്കാലം ഒന്ന് ഇരിക്കാനും സന്തോഷിക്കാനും സ്വസ്ഥതയായിട്ടൊന്ന് ഇരിക്കാനല്ലേ ഔട്ട് ഹൗസ് പണിയുന്നത്, ഇങ്ങനെ വരെ പറഞ്ഞു. എന്നാൽ എൻ്റെ പ്രിയ മക്കളെ, അതിനകത്ത് അത്ഭുതമെന്ന് പറയട്ടെ ഞങ്ങൾക്ക് പാർക്കാൻ. അതായത് ഞങ്ങൾ 3 പേരല്ല, ഇനി 5 പേരല്ല, 10 പേരല്ല, അതിൽ കൂടുതൽ വന്നാലും അതിനകത്ത് താമസിക്കാനുള്ള സൗകര്യം തരുന്നു. അപ്പോൾ ദൈവം പറയുന്ന അതിരുകൾ വിശാലമാക്കും. നമ്മുടെ കർത്താവിന് കഴിയാത്തത് വല്ലതുമുണ്ടോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊരു അത്ഭുതമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഒരു സമയത്ത് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണ്. അത് എൻ്റെ ചില സാക്ഷ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. എന്നാൽ ഞാൻ ദൈവത്തെ എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയോ അന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻറ്റുകൾ മാറാൻ തുടങ്ങി. മനസ്സിലായോ? ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഏത് വ്യക്തികളും മൂഢന്മാർ തന്നെയാണ്. അപ്പം ദൈവമില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. മനസ്സിലായോ? നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ എന്തൊക്കെയോ നേടിയെടുക്കും, എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. പക്ഷെ അതൊന്നുമല്ല. അത് അങ്ങനെ വെറുതെ കൂട്ടരെ, എന്നെ കാണുന്ന ദൈവമക്കൾ കാണും, ദൈവമക്കൾ അല്ലാത്തവർ കാണും, അതൊക്കെ വെറുതെയാണ്.
മനുഷ്യൻ അധ്വാനിക്കുന്നത് വെറുതെ. ഒരു യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്, 4-ാം അധ്യായം വായിക്കുമ്പോൾ അതിൽ കുറച്ച് താഴോട്ട് കിടപ്പുണ്ട്. നീ വേറൊരു പട്ടണത്തിൽ പോയി നീ അവിടെ ചെന്ന് ലാഭം, ബിസിനസ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് അതിൽ ലാഭം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് നമ്മൾ വേറൊരു പട്ടണത്തിൽ പോയി പല കാര്യങ്ങൾ ചെയ്യുക, അല്ലെ പല ബിസിനസ് ചെയ്യുക. അതിൽ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ആരോഗ്യം തന്നെങ്കിലേ നീ ആ പട്ടണത്തിൽ ചെന്ന് ലാഭമുണ്ടാക്കാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. കറക്റ്റായിട്ട് കിടപ്പുണ്ട്. അത് എല്ലാത്തിലും കാണും, എല്ലാ ഗ്രന്ഥങ്ങളിലും കാണും. അപ്പം നമുക്ക് ആരോഗ്യം തന്നെങ്കിൽ മാത്രമേ നമുക്ക് അധ്വാനിക്കാൻ പറ്റുകയുള്ളൂ. അതാരാണ് ആരോഗ്യം തരുന്നത്? നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിതാവ്. എൻ്റെ പ്രിയ മക്കളെ, സൃഷ്ടിച്ചവനെ, മെനഞ്ഞവൻ ആരാണ്? നമ്മൾ അമ്മയുടെ മാതാപിതാക്കളുടെ ഉദരത്തിൽ നമ്മൾ ജനിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിച്ച് നമുക്കൊന്നും അറിയത്തില്ല. ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ പിറന്നു വീഴുമ്പം നാം ഒന്നും അറിയുന്നില്ല. സഭാപ്രസംഗിയിൽ പറയുന്നുണ്ട്, മനുഷ്യൻ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭൂമിയിൽ എന്താ സകലവും മായയാണ്, സകലവും മായയാണ്. അതിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ കഴിവും മിടുക്കും കൊണ്ടൊന്നുമല്ല ഇതുണ്ടായത്. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ കൊണ്ടോ ഒന്നുമല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു വഴിയില്ലാതിരിക്കുന്ന സ്ഥാനത്താണ് എൻ്റെ മോള് ഒരു ഇൻ്റർവ്യൂവിന് കടന്നു പോകുന്നത്. ഇൻ്റർവ്യൂവിന് കടന്നു പോകുന്ന സമയം ചെന്നൈയിലാണ്. ആ ചെന്നൈയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ 10 രൂപയോ അല്ലെങ്കിൽ സമ്പത്ത് ഒരുപാട് പൈസ ഒന്നുമില്ല. അവിടെ വളരെ പ്രയാസപ്പെട്ട് ഞങ്ങൾ കടന്നു പോകാനും ആ ഇൻ്റർവ്യൂവിനകത്ത് പങ്കെടുത്ത് അതിൽ കിട്ടുവാനും അങ്ങനെ ഖത്തറിൻ്റെ ദേശത്തേക്ക് അവൾക്ക് വരുവാനും അവിടെ ട്രെയിനിയും എല്ലാം കൂടെ ആയി, ട്രെയിനിങ്ങോട് കൂടി തന്നെ അവൾക്ക് എയർ ഹോസ്റ്റസായിട്ട് ജോലി കിട്ടുവാനായിട്ട് സഹായിച്ച് അതിലാണ് ഈ ഒരു കുഞ്ഞു ഭവനം പണിഞ്ഞത്. അപ്പം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഒന്നും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദൈവമക്കളെ, അതായത് ദൈവമക്കളല്ലാത്തവരെ, എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൽ വിശ്വസിച്ചാൽ അവന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ദൈവമാണ്, അത്ഭുതങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന ദൈവമാണ്. നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് പുറകോട്ട് പോയി, നമുക്ക് ഒരു നിവർത്തിയില്ല, നമ്മൾ കഷ്ടത്തിലാവും, നമുക്കങ്ങ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന സ്ഥാനത്ത് നാം ദൈവത്തെ മുറുകെ പിടിക്കണം. നമ്മൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പറയുന്ന, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തോട് പറ്റിയിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവത്തിന് വിടുവിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ അറിയാതെ അലസമായിട്ട് ദൈവം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ല, അങ്ങനെ പിന്നെയും നമ്മൾ മടുത്ത് പുറകോട്ട് പോകുന്നതിലല്ല. നമ്മൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അരികിലേക്ക് വിടാതെ അവൻ മുറുകെ പിടിച്ച്, അതായത് ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നമുക്ക് ദൈവം അത് ചെയ്ത് തരും എന്നുള്ളൊരു വിശ്വാസം, ആ വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ആ വിശ്വാസത്തോടെ, അതായത് എനിക്ക് ഒരുപാട് തീയുടെ ചൂള നമുക്ക് കത്തുന്നത് പോലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാലും ആ പ്രശ്നങ്ങളൊന്നും അറിയിക്കാതെ അത് കർത്താവിൻ്റെ സന്നിധി കൊടുത്തിട്ട്, ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട്, അത് ഞാൻ ഇങ്ങനെ മുന്നോട്ട് അതിൽ തരണം ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു സൊല്യൂഷൻ ദൈവം എനിക്ക് കണ്ടെത്തും. അവിടെ ഞാൻ നിലവിളിക്കാൻ പോയില്ല, അവിടെ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കാൻ പോകത്തില്ല. അത് കുത്തിയിരുന്ന് ദൈവത്തോട്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്തെല്ലാം ഞാൻ കർത്താവിനോട് പറയും, ദൈവമേ, ഇതിൻ്റെ സൊല്യൂഷൻ നിൻ്റെ കയ്യിലേ ഉള്ളൂ, എനിക്കറിയത്തില്ല. തീച്ചൂളയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കർത്താവ് അബ്ദ്രക്ക്, ശദ്രക്ക്, മേശക്ക് എന്ന 3 വ്യക്തികളെ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ വിശ്വാസമാണ്. ഞാൻ സേവിച്ചാലും ഇല്ലെങ്കിലും, എന്നെ ഞാൻ മരിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ കർത്താവിനെ വിട്ടിട്ടുള്ള പരിപാടിയില്ല, ഞാൻ ദൈവത്തെ ഞാൻ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് അബ്ദ്രക്ക്, ശദ്രക്ക്, മേശക്ക് പറഞ്ഞു. അതേപോലത്തെ വിശ്വാസം, ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ശീതവാനും അല്ല, ഉഷ്ണവാനും അല്ല എങ്കിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. പ്രിയ മക്കളെ, നാം ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പം നാം വിശ്വാസം എന്ന പരിച, അരയ്ക്ക് സത്യവും നീതിയുടെ കവചവും രക്ഷയുടെ ശിരസ്ത്രവും, വിശ്വാസമെന്ന വാളും വചനമെന്ന വാള്, ആ വചനം നമ്മൾ ഏറ്റെടുത്ത്, വചനം നമ്മുടെ വായിൽ നിന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല.
ഞാൻ എൻ്റെ സാക്ഷ്യത്തിലൂടെ പറയുന്നത്. എനിക്ക് മറ്റുള്ളവരെ ദൈവവചനം പഠിപ്പിച്ചല്ലേ ഇങ്ങനെയാണ്, ആ ദൈവവചനത്തിൽ ഇങ്ങനെയാണ്, അങ്ങനെ എനിക്ക് പഠിപ്പിക്കാൻ എൻ്റെ കർത്താവ് എന്നെ പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കുള്ളടുത്ത് പറയാനേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ചെയ്ത ഉപകാരം, ഞാൻ 12 വർഷം വാടകയ്ക്ക് കിടന്നത് എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. ഇപ്പോഴും അതുപോലെ തന്നെ എനിക്ക് പരാതി പരിഭവമില്ല. ദൈവം തരുന്ന സമയം, പ്രിയ മക്കളെ, ദൈവം നമുക്കൊരു നന്മ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു തിന്മയിലേക്ക് പോകത്തില്ല, എപ്പോഴും തിന്മ നമുക്ക് തരത്തില്ല, നന്മ ദൈവം തരും. അപ്പം അതുകൊണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്ന് പറയാം. നമുക്ക് കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം, സന്തോഷിക്കാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, ദുഃഖത്തിനൊരു കാലം, അങ്ങനെ ഒത്തിരി കാലങ്ങളുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഭവനം വിട്ട്, അതായത് എൻ്റെ ഭവനം 2010 ആണെന്ന് തോന്നുന്നു, എൻ്റെ ഭവനം വിറ്റ് ഞാൻ പുറത്ത് വരുമ്പം 2 നില വീട് അതൊക്കെ വിറ്റ് വന്നപ്പോൾ ജനങ്ങളെല്ലാം എന്നെ പുച്ഛിച്ച്, അതെല്ലാം കൊടുത്തപ്പോൾ എന്നെ പുച്ഛിച്ച്. ഇനി ഇവരെന്തോ ചെയ്യും? അതായത് ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ മൊത്തം ചോദിച്ചു, ഇനി നിങ്ങൾ എന്തോ ചെയ്യും? നമ്മളെന്തോ ചെയ്യുന്നത്? ദൈവം മനുഷ്യനൊരു വിധി വെച്ചിട്ടുണ്ട്. വിൽക്കാനൊരു കാലമാണെങ്കിൽ അത് വിൽക്കും, നഷ്ടപ്പെടാനൊരു കാലം അത് നഷ്ടപ്പെടും, മക്കൾ നഷ്ടപ്പെടാനൊരു കാലമാണെങ്കിൽ മക്കൾ നഷ്ടപ്പെടും. എല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെടാനുണ്ടോ അതെല്ലാം നഷ്ടപ്പെട്ടിട്ട് നമ്മളെ ദൈവം 0 ആയി കഴിയുമ്പോൾ ഹീറോ ആക്കുന്ന ദൈവം. അതായത് എല്ലാത്തിലും 0 ആക്കി കഴിഞ്ഞിട്ട് ഹീറോ ആക്കാൻ കഴിയുന്ന ഒരു ദൈവം, ആ സ്വർഗത്തിലെ ദൈവം. അവന് കഴിയാത്തത് ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഞാൻ ഈ വീഡിയോയ്ക്ക് ഒത്തിരി വട്ടം പറയുന്നത്, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ പറ്റുന്നെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയൂ. എൻ്റെ പ്രിയ മക്കളെ, അവിടം വിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കഷ്ടതകളും നമ്മുടെ കടഭാരങ്ങളും ദുഃഖങ്ങളും കൊണ്ട് നമ്മൾ എപ്പോഴും കരഞ്ഞ് നിലവിളിച്ചിരിക്കാനല്ല നമ്മളെ ദൈവത്തിലേക്ക് വിളിച്ചത്, സന്തോഷിക്കാൻ. അപ്പോൾ അതിനകത്ത് എനിക്ക് തന്ന വചനമാണ്, സഭാപ്രസംഗി 3 തന്ന വചനം. കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, ഇതെല്ലാം നഷ്ടപ്പെടാനും ഒരു കാലമില്ലേ? അപ്പം ഞാൻ സന്തോഷത്തോടെ ഇരുന്നതേ ഉള്ളൂ. എനിക്ക് അവിടെ സങ്കടമോ ദുഃഖമോ ഒന്നും വന്നില്ല. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന എൻ്റെ പ്രിയ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നാലും ആ പ്രതികൂലത്തെ അനുകൂലമാക്കി തീർക്കാൻ പറ്റുന്ന ദൈവമാണ്. പ്രതികൂലത്തെ അനുകൂലമാക്കാൻ പറ്റുന്ന ദൈവമാണ്. നമ്മളെ പുച്ഛിക്കുന്നവരുടെ മുമ്പിൽ മാനിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. നന്മയ്ക്കായി ഒരു അടയാളം തരാൻ പറ്റുന്ന ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, ഞാൻ എൻ്റെ ഒരു ചെറിയ സാക്ഷി, അതായത് 2 സെൻറ്റിനകത്ത് മനോഹരമായൊരു ഭവനം എനിക്ക് തരാൻ എൻ്റെ ദൈവം ഭവനം ചമച്ചു തന്നു. ഭവനം ചമയ്ക്കാൻ ഒരാൾ വേണ്ടേ? അത് നിന്നു കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ചമയ്പ്പാൻ ഒരാൾ വരും. ചിത്രം വരയ്ക്കാൻ ചുവരുണ്ടെങ്കിലേ ആ ചിത്രം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കർത്താവിൻ്റെ കയ്യിൽ നമ്മൾ താണിരുന്നാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴ്മയോടിരുന്നാൽ, എന്ത് പ്രതികൂലം വന്നാലും അതിനെ നമ്മൾ ജയിക്കാമെങ്കിൽ, ആ ശത്രുവിനെ, അത് ശത്രു കൊണ്ടിടുന്നതാണ്. പ്രതികൂലങ്ങളൊക്കെ ഒരുപാട് കടന്നു വരും, അത് ശത്രുവിൻ്റെതാണ്. അതിൻ്റെ മേൽ നമ്മൾ ജയാളിയായി തീരണം. കർത്താവിൻ്റെ നാമത്തിൽ ഇങ്ങനെ പറയും, ജയാളിയായി. യേശു കർത്താവ് ദൈവമായിരുന്നിട്ട് പോലും അവന് ശത്രുക്കളുണ്ടായിരുന്നു. അവനെ ബെയ്സബൂലെ എന്ന് വിളിച്ചു, അവനെ വേശ്യാപുത്രൻ എന്ന് വിളിച്ചു, അവനെ എന്തെല്ലാം പറയാവോ. ദൈവമായിരുന്നിട്ട് പോലും, നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ, നമ്മൾ ദൈവമല്ലല്ലോ. അപ്പം മനുഷ്യനാകുമ്പം നമുക്കിതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ പറയണം, കഷ്ടത നാം ഏറ്റെടുക്കണം, ക്രൂശ് നാം ഏറ്റെടുക്കണം. എന്ത് പ്രതികൂലം വന്നാലും നമ്മളത് തരണം ചെയ്യാൻ പഠിക്കണം, നമ്മുടെ ഹൃദയത്തെ അത് ഒരുക്കാൻ പഠിക്കണം. അപ്പം നമ്മൾ ജയാളിയായി തീരണം. യേശു കർത്താവ് ജയാളിയായി തീർന്നതുപോലെ നമ്മളും ദൈവസന്നിധി വരുമ്പം എന്നാൽ ചോദിക്കും, നിങ്ങൾക്ക് ഇത്രയും സമ്പത്തും നിങ്ങൾക്ക് ഇത്രയും ഭവനവും ഒക്കെ കിട്ടിയിട്ടായിരിക്കും നിങ്ങളിങ്ങനെ പറയുന്നത്. പക്ഷെ കിട്ടാൻ വേണ്ടി ഒരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പ് ദൈവം ഹബക്കൂക്കിൻ്റെ അടുത്ത് പറയും, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലെത്താൻ ബന്ധപ്പെടുന്നു. പല പല ദർശനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ദർശനങ്ങളെല്ലാം ഞാൻ വരച്ചു വയ്ക്കും. ആ വരച്ചു വെച്ച വീഡിയോയെക്കുറിച്ച് അടുത്ത ഭാഗം ഞാൻ എൻ്റെ ഡയറിക്കകത്ത് എന്തൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടോ, എന്തൊക്കെ പ്രാർത്ഥന ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ടോ, എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ, അതൊക്കെയായിട്ട് ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ചെയ്തിടാം. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് ഞാൻ എൻ്റെ സാക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഞാൻ വലിയ പ്രാസംഗികയോ അല്ലെങ്കിൽ വലിയ പ്രവാചകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു അങ്ങനെയൊന്നുമില്ല. ഞാനൊരു സുവിശേഷകയാണ്. ഞാൻ കാണുന്നവരോടൊക്കെ സുവിശേഷം പറയുന്നൊരു സുവിശേഷകയാണ്. അതായത് ഞാൻ ബൈബിൾ കൊടുക്കും,
പിന്നെ എന്നെ കാണുന്നവർക്കൊക്കെ ഞാൻ ബൈബിൾ ഖത്തറിൻ്റെ ദേശത്ത് വന്നപ്പോഴും ഞാനൊരു ബൈബിൾ കൊടുത്തു. എല്ലാവരും പറഞ്ഞ് ബൈബിൾ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. എൻ്റെ പ്രിയ മക്കളെ, കൊണ്ടുപോകാൻ പറ്റാത്തടത്ത് കൊണ്ടുപോകിപ്പിക്കുന്ന ദൈവമാണ്. ഞാൻ ചുമ്മാ ഒരു ബൈബിൾ എടുത്ത് എൻ്റെ ബാഗിൽ ഇംഗ്ലീഷ് ബൈബിൾ എടുത്തിട്ടിരുന്നു. ഇവിടെ കടന്നു വന്നപ്പോൾ അത് ആവശ്യത്തിന് അത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഒരു മുസ്ലിം കുഞ്ഞിന് എനിക്കൊരു ബൈബിൾ കൊടുക്കാൻ പറ്റി. അവൾ അതിൻ്റെ വചനങ്ങളൊക്കെ എടുത്ത് അർത്ഥങ്ങളൊക്കെ എനിക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അത്ര വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ മോളോട് ചോദിക്കും, മോളെ അതൊന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് പറയും. അങ്ങനെ അവൾ പറഞ്ഞ് അതിൻ്റെ അർത്ഥമൊക്കെ കൊടുക്കാനിടയായി. എൻ്റെ പ്രിയ മക്കളെ, മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ പിന്നാലെ സകലവും വന്നോളും. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഭവനത്തെക്കുറിച്ചും എൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്, നിങ്ങളുടെ മുമ്പിൽ ഇടുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ദൈവമാണ്. രോഗക്കിടക്കയിൽ ഇറങ്ങി വരാൻ പറ്റുന്ന ദൈവമാണ്. രോഗക്കിടക്ക മാറ്റിവിരിക്കുന്ന ദൈവമാണ്. ഇല്ലാത്തത് വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. ഇല്ലാത്തത് ഉളവാക്കുന്ന ദൈവമാണ്. ചിലർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ, എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും അവർക്ക് ഇതൊക്കെ ഉണ്ടായതുകൊണ്ട്, അവർക്കൊരു ഭവനം കിട്ടിയതുകൊണ്ട്, വീട് വെച്ചതുകൊണ്ട് അങ്ങനെ പറയുന്ന അല്ല പ്രിയമക്കളെ. 12 വർഷവും ഭവനമില്ലാത്ത കിടന്നിടത്തുനിന്ന് ഒരു ചെറിയ ഭവനം വെച്ചതിൻ്റെ സന്തോഷം ഞാൻ മറ്റുള്ളവരിലേക്ക് അറിയുക. അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടതാണ്. ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോ ചെയ്യാനുണ്ട്. എൻ്റെ സാക്ഷ്യം, നമ്മൾ ഒരു പള്ളിയിൽ ചെന്ന് പെട്ടെന്ന് നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. അതിനുള്ള സമയവും സന്ദർഭങ്ങളും ഒന്നും ചിലപ്പോൾ അവിടെ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ അനേകർക്കളടുത്ത് 10 പേര് കണ്ടാൽ മതി. 10 പേര് കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു സാക്ഷ്യം ദൈവത്തിന് അത് ഇഷ്ടമായി തീരും. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം ചെയ്ത നന്മകൾ നാം പറയാൻ മടിക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ പറയാൻ നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ചാനൽ തുറന്ന് കിടക്കുക. യൂട്യൂബ് ചാനൽ ഓരോരുത്തർക്കും ചെയ്തിട്ട് യൂട്യൂബ് ചാനൽ ഇടുമ്പോൾ അവരവർക്ക് കാണാൻ പറ്റുന്നവർക്ക് കാണാം. അപ്പം നമ്മുടെ സാക്ഷ്യം മുന്നോട്ടറിയാം. അതുകൊണ്ട് ഞാനിത് വളരെ സന്തോഷത്തോടെ, ഞാൻ ഖത്തറിലിരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പലപ്പോഴും ഞാനിവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ തോന്നിയിട്ട് പറ്റിയിട്ടില്ല. എങ്കിൽ ഇന്ന് എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റി. അങ്ങനെ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ഞാനിവിടെ വന്ന വിശേഷങ്ങൾ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി. ദൈവത്തിന് മഹത്വം. അതായത് എന്ത് ചെയ്താലും ദൈവം പറയുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ അറിവ് തന്നത് തന്നെ ദൈവമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.